കൂട്ടുകാര എന്ന് വിളിക്കുന്നതിലുപരി സഹോദര എന്ന് വിളിക്കാനാണ് ഇവനിഷ്ടം. ഇവന്റെ അടുത്തുനിന്ന് ആ ഒരു സഹോദര എന്നുള്ള വിളി കേൾക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആദ്യമായി കണ്ടപ്പോൾ എന്നെ കരയിപ്പിച്ച മുതലാണ് ഈ ഇരുന്ന് ചിരിക്കുന്നത്. കാരണം നിങ്ങൾക്കറിയാം, അറിയാത്തവര് മുന്നത്തെ വീഡിയോസ് ഒക്കെ ഒന്ന് നോക്കണേ. وعليكم السلام ورحمة الله. الحمد لله كويس. مرة مية مية ما بيمشي. اجلس. വണ്ടി കയറിയ ഉടനെ തന്നെ അവൻ വിളിച്ചത് സിയാദെ സഹോദര എന്നാണ് വിളിച്ചത്, അല്ലാതെ കൂട്ടുകാരാന്നല്ല. هذا كل حقك انت. لا شوية نص بس. لا شوية نص ما في، كل حقك انت. لا انت اول عمرك، يعني ما في معلوم كله كلام ما في معلوم. اذا كان ذاك اول عمرك يا ماما ابوي. ايوه الحمد لله كله كويس. ഒരു വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസം എന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ സൗദിയോ മറ്റാരും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ഇവ എപ്പോഴും ഒറ്റയ്ക്കായിരിക്കും. അതുകൊണ്ട് ഇവൻ്റെ കൂടെ മിണ്ടാനൊന്നും ആരുമില്ല. പക്ഷെ എന്നെ കാണുന്ന സമയത്ത് അവന് ഭയങ്കര സന്തോഷമാണ്. അതുപോലെ തന്നെ ഒരു സഹോദരൻ ഏൽപ്പിച്ച ആഹാര സാധനങ്ങളുമായിട്ടാണ് ഞാൻ അവൻ്റെ അടുത്തേക്ക് പോയത്. അതെല്ലാം അവന് കൊടുത്തപ്പോൾ നല്ല സന്തോഷമായിരുന്നു. انا ما ابغى فلوس. لا 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 شيل. لا لا ما يبغى انت كل يوم. انا ما في مشكله، كل يوم انا ما في مشكله. انت ركب يا زياد ان شاء الله سوي دعاء ان شاء الله. بس انا سوي دعاء بس. രക്തബന്ധം കൊണ്ട് ഇവൻ സഹോദരനല്ലെങ്കിലും സ്നേഹബന്ധം കൊണ്ട് ഇവൻ എൻ്റെ സഹോദരനാണ്. എന്ന് പരിചയപ്പെട്ടോ അന്ന് മുതൽ എല്ലാ ദിവസവും മുടങ്ങാതെ വിളിക്കും. കാര്യങ്ങളെല്ലാം ഞാൻ തിരക്കും. ഗൾഫിൽ വന്നിട്ട് എന്ത് സമ്പാദിച്ചു എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ഒന്നും സമ്പാദിച്ചില്ലെങ്കിലും ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹോദരന്മാരെ സമ്പാദിച്ചിട്ടുണ്ട്. അപ്പോൾ ശരിയെന്നാൽ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ടാറ്റാ ബൈ ബൈ. ഇത്